തനിക്ക് കൊട്ടാരം വീട് വേണം. എന്നേക്കാ വലുത് എനിക്ക് അതാണെങ്കിലേ താൻ എടുത്തോടോ. അതിലും വലുത് എനിക്ക് എന്റെ മകളാ. താനെന്താണ് മൊന വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. വേണ്ടാ, ഇനിയും നിന്റെ ഈ അഭിനയം എന്നോട് വേണ്ട. നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി. താൻ എന്ത് മനസ്സിലാക്കിയെന്നാണ്? നീ വിചാരിച്ച എന്റെ മോൾ ഇരുന്നു പോവുകയൊന്നുമില്ല. അവക്കടെ കല്യാണം നടക്കും. ഇനി ഞാൻ ചതിക്കുഴിയിൽ ഇറങ്ങൂലടാ. ഇനി നിനക്കെന്നെ ചതിക്കാൻ സാധിക്കൂലടാ. താൻ എന്താണ് പറഞ്ഞത്? ഞാൻ തന്നെ ചതിച്ചെന്നാ? ഓക്കത്തരം പറയരുതും. പറയണോ, ഞാൻ എങ്ങനെയാണ് ചതിച്ചേ? എടോ, താനെന്നെ തല്ലിയില്ലേ? എനിക്ക് സങ്കടമില്ലടോ. പക്ഷെ താൻ പറഞ്ഞില്ലേ തന്നെ തന്റെ മോളെ ഞാൻ ചതിച്ചെന്ന്. അത് ഞാൻ സഹിക്കൂലടോ. ഇങ്ങനത്തെ ഒരുത്തനെയാണല്ലോടോ ഞാൻ ചേട്ടാന്നും വിളിച്ച് ഇത്രയും നാളും പുറകെ നടന്നത്. പുല്ലേ, എന്താണ് നോക്കി നിൽക്കുന്നേ? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇനി ഒരു നിമിഷം ഈ നായിന്റെ മുന്നിലൂടെ കഴിഞ്ഞുകൂടാ. മാറോ, പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കേട്ടോടാ. നീ ഇപ്പൊ വിളിച്ചു പോയില്ലേ, ആ കല്യാണം നടക്കാൻ പോകില്ല. എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇവിടെ ഒരു കല്യാണം നടക്കൂല, നടത്താൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ പറഞ്ഞ ദിവസം നിശ്ചയിച്ച അതേ മുഹൂർത്തത്തില് ഇവൻ എന്റെ മോടെ കഴുത്തി താലി കെട്ടും. എന്റെ മോടെ കല്യാണം മുടക്കിയിട്ട് തന്റെ മോടെ കല്യാണം നടത്തുമെന്ന? എടോ, അനിയമ്പാവ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കുകയല്ലടോ. അതിന് ചേട്ടമ്പാവ ഒന്നുകൂടി ജനിക്കണം. അവൻ മാത്രമല്ല ഇവനും. എടാ, വല്ല വാക്ക് കേട്ടിട്ട് എന്നെ എന്റെ മോളെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ല, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തിനെ ഒന്നിനെ ഞാൻ വെച്ചേക്കത്തില്ല. ഒന്ന് കുഴിച്ചുകൂടെ എല്ലാത്തിനെയും ഞാൻ. നിനക്കറിയില്ല അനിയമ്പാവ ആരാണെന്ന്. അത് നമുക്ക് നോക്കാവടാ. അനിയമ്പാവയാണോ ചേട്ടമ്പാവയാണോ വലുതെന്ന് ഇനി ആരെങ്കിലും ഒരാൾ മതി. അതേടോ, ഇനി ഒരാള് മതി. അതാരാണെന്ന് നമുക്ക് കാണാം. ആ, കാണാം. പേടിക്കണ്ട, ഇത് ഞാനാ. പ്രേമേന്ദ്രൻ പറഞ്ഞിട്ട് വന്നതാ. ഇത് മാളുവിന്റെ കത്താണ്. ഞാൻ വരട്ടെ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി ഇതിന് പിന്മാറുന്ന പ്രശ്നമില്ല. എന്നെ വെല്ലുവിളിച്ചതേ എന്റെ ചേട്ടനാ. അയാളെ എന്നെ തോപ്പിക്കാൻ പറയണത്. ഞാൻ തോക്കേലടി. ഒരുത്തന് മുമ്പിൽ ഞാൻ തോക്കേല. അച്ഛൻ തോൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ അച്ഛൻ ജയിക്കണത് എനിക്കിഷ്ടം. അച്ഛൻ ജയിച്ചുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടൂടെ? നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ. വിസില് കേൾക്കുന്നുണ്ടോ എന്ന് എല്ലാരും ശ്രദ്ധിച്ചോണം. കണ്ണപ്പാ, മണി 10 എവരവൻ? അവനെ കൊണ്ടുപോകാൻ നിങ്ങളല്ലേ ഏറ്റത്? അത് അലിയ ഒരു അബദ്ധം പറ്റി. അവൻ ഞങ്ങളെയും ചാടിക്കളഞ്ഞേ. ഇവിടെ എത്താത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? നമ്മുടെ ആളുകളെയും കൂട്ടി നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഒന്നിനും വെറുതെ വിടരുത്. നമ്മുടെ അളിയെ തോൽപ്പിച്ചിട്ട് ഒരാളും അങ്ങനെ ജയിക്കണ്ട. എന്നാ വാടാ. മാല എടുക്കടാ. വരണം സ്വീകരിക്കേ. വേഗം എടുക്കടാ. വാടാ പ്രേമേന്ദ്ര. വാടാ. വണ്ടി
പണിയെടുത്തോ എതിരുണ്ട് ഞാൻ കല്യാണമായിട്ട് ഇയാളെ പോണു അവരുടെ പുറകെ വിടാ എല്ലാവരും ചെവി ഓർത്തിരുന്നോ വിസിലടി കേട്ടാ പിന്നെ ഒരു നിമിഷം താമസിച്ചുകൂടാ എല്ലാത്തിനെയും അടിച്ച് ചുരുട്ടിയേക്കണം അമ്മു അവക്കട കഴിച്ച് താലി കെട്ടടാ അത് അമ്മൂന്റെ അച്ഛൻ പറയട്ടെ ഇനിയെങ്കിലും വിശ്വസിക്കണം ചേട്ടൻ ബാവയ്ക്കും അനിയൻ ബാവയ്ക്കും പരസ്പരം ചതിക്കാൻ കഴിയില്ല. സ്വന്തം മകൾക്ക് വേണ്ടി കെട്ടിയ പന്തലിൽ വെച്ച് ചേട്ടന്റെ മകളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചില്ലേ? ഇതൊരു ചതിയല്ല, എല്ലാം എന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാ. ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയരുത്. എന്നെ ശിക്ഷിച്ചോളൂ, എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എല്ലാം എന്റെ മോള് പറഞ്ഞടാ. കുറെയൊക്കെ പെമ്പിളാരുടെ ഭാഗത്തും തെറ്റുണ്ട്, അതുകൊണ്ടാണ് ഞാനെല്ലാം ക്ഷമിച്ചത്. ആ ഇനി ചേട്ടൻ തീരുമാനിക്കട്ടെ. ഇനി ഞാനെന്താ തീരുമാനിക്കണ്ടേ? എല്ലാം നിങ്ങൾ തീരുമാനിച്ചില്ലേ? അതിനെന്റെ മോളും കൂട്ടു നിന്നില്ലേ? ഇനി ഞാനിവിടെ എന്തിനാ? അയ്യോ കൊട്ടാരം ഇവിടെ നിപ്പെത്തും. അടിയും തുറന്നു. എന്താടാ എന്താണെന്നോ? അനിയമ്പാവെ തല്ലിച്ചേച്ചിട്ട് അങ്ങനെ പോന്നോ? തല്ലി കൊല്ലണാവിനെ എന്തിനാണ് ചേട്ടനെ തല്ലുന്നേ? അനിയമ്പാവ കണക്കൊക്കെ നമുക്ക് പിന്നെ തീർക്കാം. കണ്ണപ്പ ദാസ അടിച്ച് പുറത്താക്കണവന്മാരെ. പറഞ്ഞത് കേട്ടില്ലേ? പിടിച്ചിറക്കായവന്മാരെ. എടാ മന്ദന്മാരെ, കണ്ണപ്പനും ദാസപ്പനും ഞങ്ങളുടെ ആൾക്കാരാ. എടാ കണ്ണപ്പ ദാസപ്പ ഇങ്ങോട്ട് വാടാ മക്കളെ. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ അനിയന്റെയും ചേട്ടന്റെയും കഥ ഇന്നത്തോടെ തീർക്കാം. എന്ത് വൃത്തിയാണോ താനീ പറയുന്നത്? ഞങ്ങൾ എപ്പോഴാണ് തന്റെ ആളുകളായത്? നിങ്ങൾ വിളിച്ചിട്ടല്ലേടാ പട്ടികളെ ഞങ്ങൾ വന്നത്? ഇല്ല, ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല. കല്ലെറുക്കി കാണിക്കാൻ ഞങ്ങൾ എന്താടാ പെണ്ണു കിണാറാ തെണ്ടി? അയ്യേ ചളമാക്കും. അപ്പോ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലേ? ഇല്ല. വിസിൽ വലിച്ചിട്ടില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ തന്തയ്ക്ക് പിറക്കാത്തവന്മാരെ അടിച്ച് ചുരുട്ടടാ. ഓടി രക്ഷപ്പെടാൻ നോക്കിക്കോ. ചേട്ടാ കല്യാണം നടക്കുമ്പോഴേ ഒരു വെടിക്കെട്ട് നല്ലതാ. ചേട്ടൻ പോയേ, ചേട്ടൻ പോയേ. ഞാൻ നീ തന്നെ മുഹൂർത്തം വാടാ.
വെറുതെ തല്ലു പ്രേമേന്ദ്ര സമയം താഴെ കെട്ടണ മോനെ എന്താ എന്താ കല്യാണം പൊടി പിടിച്ച് നടക്കട്ടെ. സ്റ്റണ്ട് ഞാൻ നടത്തിക്കോളാം. എവിടെ കണ്ണപ്പൻ, എവിടെ ദാസപ്പൻ? മാറിക്കോ, മാറ്. അവന്മാരെ അടിച്ച് ശരിയാക്കിട്ട് വേണം. പിടിച്ചോട്ടാ പിടിച്ചോ. ഒന്ന് മൂന്ന് നാല്. ഇവിടെ വാടാ. എടി ഇടിക്കണോ? മുമ്പ് നേടാ. അയ്യോ അളിയ രക്ഷിക്കളിയ വെല്ലളിയ ആ നടക്കട്ടെ നടക്കട്ടെ. ഉടനെ അങ്ങനെ ഇങ്ങനെ. വാ, നടുവിന് കൊടു. അതിന്റെ നടുവേ. അയ്യോ അയ്യോ. ഇതിനാണ് ഇപ്പൊ അഴിച്ചു വിട്ടത്. സാമ്പാറൊന്നും ഇല്ലാണ്ട് തിന്നാൻ ഉള്ളടാ, സത്യം ഉള്ളടാ. ഓ, നിനക്ക് നന്നായി ഉരുട്ടി ഉണ്ടാറിയാം. നീയാണ് യഥാർത്ഥ കൊട്ടാരം വീട്. അത് ചുരുട്ട് കേട്ടല്ലാത്തേ. അടിയടാ. അയ്യോ പെങ്ങള് രക്ഷിക്കും പെങ്ങള്. അയ്യോ, ഇതെന്ത് പണ്ടാരം. വെല്ലളിയ രക്ഷിക്കളിയ ഒരു പ്രശ്നമില്ല. കൊട്ടാരം വീണ ഞങ്ങളോട് ക്ഷമിക്കോ. കൊട്ടാരം വീട് ക്ഷമിക്കാൻ അറിയില്ലടാ. എന്നെ പറഞ്ഞു വെച്ച നിങ്ങളെ അപ്പോ നേരം തെറ്റുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങുക. വേണ്ട, നിങ്ങ എങ്ങോട്ടും ഇറങ്ങണ്ട. ഇനി ഇതാ നിങ്ങളുടെ വീട്. ഈ കൊട്ടാരം വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഇറക്കി വിട്ടതല്ലേ. ഇപ്പൊ നിങ്ങളുടെ മകൻ അത് തിരിച്ചു പിടിച്ചെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ എന്റെ പണിയും തിരിച്ചു പിടിച്ചു എന്ന് കൂട്ടിക്കോട്ടെ. അങ്ങനെ കൂട്ടാൻ വരട്ടെ. താ ഇന്ന് തന്നെ പൊക്കണം. പ്രേമേന്ദ്ര ഒരു പുതിയ ഡ്രൈവറെ തപ്പിപ്പിടിച്ചു പാടോ. അല്ല അപ്പൊ എന്റെ കാര്യവും നിങ്ങളെ ഞാൻ രക്ഷിക്കാടാ. അയ്യോ, അനിയൻ ബാബെ ചേട്ടൻ ബാബെ തമ്മിൽ തെളിക്കാൻ ഈ കൊട്ടാരം വീരന്മാര് ജീവിച്ചു നിൽക്കുമ്പോ ആരും നോക്കണ്ട. അല്ലേ പ്രേമേന്ദ്ര? എന്താ അടിച്ച് ചുരുക്കടാ.